ഹലോ ഡിയേഴ്സ്, അപ്പോൾ ദേ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇലഞ്ഞിപ്പൂക്കൾ. നമ്മുടെ വീട്ടിൻ്റെ അടുക്കള വശത്തും ഫ്രണ്ട് വശത്തൊക്കെ നിറയെ ഇലഞ്ഞിപ്പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ എൻ്റെ പൂച്ചക്കുട്ടന്മാർ എനിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മാർ നമ്മുടെ വീടിൻ്റെ പുറകുവശത്താണ് കേട്ടോ ഈ സംഭവം, ഈ പറമ്പത്ത്. അപ്പോൾ ഈ മരം നിൽക്കുന്നത് വേറൊരാളുടെ പറമ്പിലാണ് കേട്ടോ. പക്ഷേ ആ പൂ, അതിൻ്റെ ഇതളുകളൊക്കെ വീണ് കിടക്കുന്നത് നമ്മുടെ പറമ്പത്തുമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊരു ചെടിയാണെന്ന് ചോദിച്ചാൽ ചെടിയല്ല, ഇതൊരു മരമാണ്. മരത്തിലുണ്ടാകുന്ന ഒരു സൈസ് പൂവാണോ എന്തിട്ടാണോ അതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇതളെന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ ഇതളുകളാണ്, നീളത്തിലുള്ള ഇതളുകളാണ് കേട്ടോ ഇതിനകത്തുനിന്ന് വീഴുന്നത്. ഇതിൻ്റെ കായാണ് ഈ കാണുന്ന ബ്രൗൺ കളറിൽ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ ബദാങ്കയിലെ തല്ലിത്തേങ്ങയോ അങ്ങനെ പറയുന്ന സാധനം അതേപോലൊക്കെ ഇരിക്കുമോ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് തോന്നാറുണ്ട് ഇതിനും. അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതിൻ്റെ പേരറിഞ്ഞുകൂടാ. നമ്മുടെ വീട്ടിൽ ഈ വേലിപ്പടർപ്പിലൊക്കെ ഉണ്ടല്ലോ, അതിർ വരമ്പ്, അതിര് കെട്ടാനൊക്കെ ആയിട്ട് ഈ സംഭവം ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ വീടിൻ്റെ പുറകുവശത്തൊക്കെ ഇത് 1-2 എണ്ണമൊക്കെ നിൽപ്പുണ്ട്. അധികം വലിപ്പമൊന്നുമില്ല ഈ മരത്തിന്, ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കായ്, ഇതിനകത്താണ് ആ ഇതള ഉണ്ടാവണത്. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടന്മാർ ദേ വന്ന് നിൽപ്പുണ്ട്. 6 പൂച്ചക്കുട്ടന്മാരുണ്ട്. ഇവന്മാർക്കെല്ലാം ഒരൊറ്റ പേരേ ഉള്ളൂ, ശങ്കര എന്ന് വിളിക്കും. ശങ്കര എന്ന് വിളിക്കുമ്പോൾ ഏത് കാട്ടിലാണെങ്കിലും അവന്മാർ ഓടി വരുന്നുണ്ട്. സ്നേഹമുള്ളവന്മാരാണ്. കാരണം അവന്മാർ പറയുമല്ലോ എല്ലാ ദിവസവും എനിക്ക് ചോറ് തരുന്ന ആളല്ലേ എന്ന്. അങ്ങനെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്